ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പകുതി ഡേ ഓൾറെഡി കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഉച്ച സമയമായി, ഞങ്ങൾ എണീറ്റപ്പോൾ ലേറ്റായി. കാരണം വന്ന് കിടന്നത് രാവിലെയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഇക്കാൻ്റെ വകയാണ്. പക്ഷേങ്കിൽ ഇവിടെയല്ല, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ. അപ്പോൾ ഓൾറെഡി അവൻ പോയി, ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് അവൻ പോയി. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവിടുത്തെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ്. കാരണം അത്ര നേരമായി. ഞാനിവിടെ ഈശ്വയ്ക്ക് ഫുഡ് എടുക്കാനായിട്ടുള്ള കുറച്ച് അവിടെ ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഓൾക്ക് ഭക്ഷണം കഴിക്കാത്തൊരു കുട്ടിയാണ്, മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കുറച്ച് പിന്നാലെ കൂടിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. അവിടെ എന്താണ് അവസ്ഥ, എവിടം വരെ ആയി എന്നൊക്കെ, ഫുഡൊക്കെ ഉണ്ടായോ എന്തെന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇനി അവിടേക്ക് പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്വ ഓൾറെഡി റെഡി ആയിങ്ങാണ്ട് അവിടെ കാർട്ടൂൺ നോക്കി കിടക്കാണേ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം മിക്കവാറും വന്നിട്ടുണ്ടാവും. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇവിടെ ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. ഒന്നാമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നട്ടുച്ചയാണ്, വേറെ കാര്യം. ഊബർ എത്തിയിട്ടില്ല. സംഭവം ലൊക്കേഷൻ ഇവിടെ അടുത്താട്ടോ. ഒരു കിലോമീറ്റർ, 1.5 സംതിങ് കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. ബട്ട് നടന്നു പോകാൻ പറ്റില്ല, വേറെ കാര്യം. കലിപ്പ് മോടാ, വന്നിട്ടില്ല. പോസ്റ്റ് ആവും തോന്നുന്നു. ടാറ്റാ, ബൈ, സീ യു പറഞ്ഞേഷ. ആരത്? ബൈ പറഞ്ഞേ. ബൈ ബൈ. നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയെ നെഞ്ചത്തോട്ട് കയറ്റല്ലേ. ഓക്കെ, നോ. ഇഷക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഇങ്ങനെ പൊക്കിയും താഴ്ത്തി ഇങ്ങനെ കളിക്കും. ചെണ്ടയാണ് ഗൈസ്, ചെണ്ട. 1 2 3 പറഞ്ഞ എൻ്റെ മോള് 1 2 3 ഒക്കെ പറയേ. 1 2 3 1 2 3 പറഞ്ഞേ. ഇതല്ല 1 2 3. നാറ്റിച്ച് അമ്മ പഠിച്ചു. ഇവളുടെ വീഡിയോ എടുക്കണമെന്ന് ഇവൾക്കറിയാം. എന്നിട്ട് വീഡിയോൻ്റെ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കാണിച്ചു കൊടുക്കണം അവളുടെ വീഡിയോയിൽ എന്താണെന്ന്. എന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു ശരിക്കും. ഇത് അവളുടെ ഹോബി. അവൾക്കറിയാം വീഡിയോസ് ഓഫ് ചെയ്യണ സൗണ്ട് കേൾക്കുമ്പോൾ അവളുടെ വീഡിയോ ആണ് എടുത്തത് അവൾക്കറിയാം. ദിക്കല്ലെന്നാണ് പുറത്തൊരു വന്നിറങ്ങിയ പാടെ തന്നെ അഴുതു അവളെടുത്തേക്ക് കേട്ടോ. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല. ഓൾക്കൊരാൾ വേറെ ഇഷ്ടമല്ല. അതിന്റെ കരച്ചിലായി കാണുന്നത്. നമ്മൾ റൂമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡ് എന്തായടാ ഗൈസ്? അപ്പോൾ ഫുഡിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കട്ടെ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷെഫ് പിള്ള. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഒക്കെ റെഡി ആയിങ്ങാണ്ട് നമ്മൾ ടേസ്റ്റിങ്ങിൻ്റെ വക്കിലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല കാണുമ്പോൾ തന്നെ നല്ല ഒരു സംഭവം. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി സൂപ്പറായിരുന്നു. നല്ല കൂട്ട്, നല്ല മസാല, നല്ല ദം, നല്ല മലബാർ ദം ബിരിയാണി. സൂപ്പർ. വേണമെങ്കിൽ ചില പെണ്ണുങ്ങൾക്കൊക്കെ ഇത് മാതൃകയാക്കാവുന്നതാണ്. അതിനകത്ത് ഞാനില്ല. അത് ഇവിടെ ഉദ്ദേശിച്ചു. ഗൈസ്, അപ്പം നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തങ്ങാണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത്. ഓൾമോസ്റ്റ് വൈകുന്നേരമായി. ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോവാണ് ഗൈസ്.
വീട്ടിൽ കെട്ടില്ലടാ. ഇവന്മാരൊക്കെ കൂടെ ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ആളംഗ സംഖ്യ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മിയ പാർക്ക് പോകണ്ട. പോണയ്ക്ക് ഇങ്ങനെ ഒട്ടകത്തിൻ്റെ സഫാരി ഉണ്ട്. നോർമലി എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ആകെ 3-4 ഒട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതൊരു അവിടെ മൊത്തം റൗണ്ട് അടിക്കുന്ന തോന്നുന്നു, അതിനെപ്പറ്റി മര്യാദക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ മിയ പാർക്കിലെത്തി. അവിടെ നോക്കുമ്പോൾ ഈവനിങ് ആയിട്ട് അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ലെസ്ബിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന എൻ്റെ സ്വന്തം ലെസ്ബിയൻ പാർട്ട്ണർ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ വെറുതെ പറഞ്ഞത് ലെസ്ബിയൻ ഒന്നുമില്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനകത്ത് അവിടെ നിന്ന് അറ്റത്തേക്കായിരുന്നു, ഈ പാർക്കിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു നമുക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സണ്ണൊക്കെ ഓൾറെഡി താഴ്ത്താവാനായി. ഇപ്പം നമ്മൾ കുറേ നടക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ നടന്നതാ ഈ കുന്നിൻ്റെ അപ്പുറത്തെ ചെരുവിൽ നിന്നിട്ടാണ് നമ്മൾ സൺറൈസ് കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ തന്നെ സെയ്ദിനൊരു പൂച്ചക്കുട്ടിനെ കിട്ടി. അവൻ അതിൻ്റെ മെക്കിട്ട് കമന്ന് കിടക്കുന്ന സെയ്ദിനെയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയ്ദിനങ്ങ് ഇഷ്ടപ്പെട്ട പൂച്ചക്ക്. ഈ കുന്നുമ്മ നിന്നിട്ട് ഓപ്പോസിറ്റ് നോക്കി അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. നമുക്ക് മറ്റേ വെസ്റ്റ് ബെൽറ്റ് ഫുൾ ബിൽഡിങ്സും കാണാം, നല്ല രീതിക്ക് സൺസെറ്റും കാണാം. നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ. ഇവിടെ നിന്ന് തല കുത്തി മറിയാൻ സുഖമായിക്കാനും നേരെ കടലിൽ പോയി കിടക്കാം. നല്ല രസമുണ്ടാവും. നേരെ പോകോട്ട് ഒന്നും നോക്കണ്ട. അങ്ങനെ സണ്ണിൻ്റെ പാട്ടിന് പോയിട്ട് ഇവരുടെ കുരമ്പ മോഡ് ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ചാലഞ്ച് തല കുത്തിമറിയും. സഫ്വാൻ ചാടാനായിട്ട് നിക്കറൊക്കെ റെഡിയാക്കുന്നുണ്ട് ഗൈസ്. സഫ്വാന്റെ ഭയങ്കര ഒരു ഫ്രണ്ട് ഫ്ലിപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. You can. എടുത്തോണ്ട് പോയിക്കോ. പോറടിക്കണ്ട അങ്ങനെ ആവുമ്പോ പറഞ്ഞറിയില്ലേ പോറടിച്ചല്ലോ ഒന്ന്. ഹലോ ഹലോ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു മുന്നായിട്ട് എഫേർട്ട് എടുക്കണ്ട. ഗായ്സ്, ഈ കശ്മലന്മാർ അവനെ പീഡിപ്പിക്കാൻ നോക്കുന്നു, കണ്ടില്ലേ ഗായ്സ്? ഇപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടായി, ഓൾമോസ്റ്റ് അല്ല ടോട്ടലി ഇരുട്ടായി. അപ്പോൾ നമ്മുടെ കളിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു ചായ കുടിക്കാൻ പോകാമെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ നമ്മൾ നടന്നു വന്നു. തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വണ്ടി വന്നപ്പോൾ നമ്മളെല്ലാവരും അതിനകത്ത് കയറി.
തഹലീനെ കയറ്റില്ല, തഹലീനെ അവർ ഔട്ടാക്കി, ചവിട്ടി പുറത്താക്കി എൻ്റെ ഡ്രൈവർ. അപ്പം നമ്മള് മിയ പാർക്കിന്റെ രാത്രി സൗന്ദര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ വഴിവീതിയിലൂടെ നമ്മളിങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ഗൈസ്. അപ്പോൾ അതാണ് ആ കാണുന്നതാണ് നമ്മുടെ ഖത്തർ നാഷണൽ മ്യൂസിയം. ഇതാണ് എൻ്റെ ഇഷ്വക്കുട്ടി, ഇഷ്വ അതേ സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ വന്ന് ചായ കുടിക്കുമ്പോഴത്തെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. കാലിയായപ്പോഴത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ നമ്മൾ തിന്ന് ബാക്കി വെച്ച് എല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ 4 വഴിക്ക് പിരിഞ്ഞ് പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ബൈ.